Hi everyone, welcome to my class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു കമ്പൈൻഡ് ട്വിസ്റ്റിംഗ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റിലെ ഒരു പ്രോബ്ലമാണ്. നമുക്ക് പ്രോബ്ലം നോക്കാം. A solid shaft supported at its ends in ball bearings carries a central load of 1 kN and is to transmit 8 kW at 100 rpm. The distance between the center of bearing is 2860 mm, assuming an allowable maximum shear stress of 45 MPa. Determine the size of the shaft. അതായത് ഒരു സോളിഡ് ഷാഫ്റ്റ് ഉണ്ട്, അതിൻ്റെ രണ്ട് എൻഡിലും ബോൾ ബിയറിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഷാഫ്റ്റിൻ്റെ സെൻറ്ററിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, 1 kN ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ 8 kW അറ്റ് സ്പീഡിൽ 100 rpm സ്പീഡിൽ. ഇനി രണ്ട് ബിയറിങ്ങുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2860 mm ആണ്. ഇതിൻ്റെ അലൗബിൾ മാക്സിമം ഷിയർ സ്ട്രെസ് 45 MPa ആണെങ്കിൽ ഈ ഷാഫ്റ്റിൻ്റെ സൈസ് എത്രയാണ്, അതായത് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കിത് ഫിഗർ വരയ്ക്കാം. ഒരു ഷാഫ്റ്റിൻ്റെ രണ്ട് എൻഡിലും ബോൾ ബിയറിങ് ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് എൻഡിലും ബിയറിങ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് എൻഡിലും സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഫോഴ്സാണ് എന്ത്, റിയാക്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് എൻഡിലും റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. ഇനി എന്താണ്, സെൻട്രൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു 1 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗിവൺ ഡാറ്റയിൽ നമുക്ക് എഴുതാം, സെൻട്രൽ ലോഡ് kN, അതായത് 1 × 10⁻³ N. ഇനി ആൻഡ് ഈസ് ടു ട്രാൻസ്മിറ്റ് 8 kW. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ 8 kW, അതായത് വാട്ടിലേക്ക് ആക്കുമ്പോൾ 8 × 10⁻³ വാട്ട്. ഇനി അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷാഫ്റ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 rpm. പിന്നെ എന്താ പറയുള്ളത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ ബിയറിങ്സ്. ഈ ബിയറിങ്ങിൻ്റെ രണ്ട് ബിയറിങ്ങിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 2860 mm ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ഓഫ് ബിയറിങ് 2860 mm. അസ്യൂമിങ് ആൻ അലവബിൾ മാക്സിമം ഷിയർ സ്ട്രെസ്. ഇപ്പോൾ അലവബിൾ മാക്സിമം ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. അലവബിൾ മാക്സിമം ഷിയർ സ്ട്രെസ് ടോ ഈസ് ഈക്വൽ ടു 45 MPa. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്, ടു ഫൈൻഡ് ഷാഫ്റ്റിൻ്റെ സൈസ്, അതായത് ഡയമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്താ പറഞ്ഞിട്ടുണ്ട്, ഷാഫ്റ്റിൻ്റെ ബിയറിങ്ങുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 2860 ലോഡ് ആക്ട് ചെയ്യണം. സെൻട്രലിലാണ്, ഷാഫ്റ്റിൻ്റെ സെൻട്രലിലാണ് ലോഡ് ആക്ട് ചെയ്യണം. അപ്പോൾ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഈ ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്, ഈക്വൽ ആയിരിക്കും. അതായത് ഇതിൻ്റെ പകുതി 1430 mm ആയിരിക്കും. ഈ എൻഡിൽ നിന്നും സെയിം ആയിരിക്കും, ഈ എൻഡിൽ നിന്നും സെയിം ആയിരിക്കും. അങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസിൽ ലോഡ് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സിമ്മട്രിക് ലോഡിങ് എന്ന് പറയാം. ഈക്വൽ ഡിസ്റ്റൻസിൽ ലോഡ്, ഒരു ഷാഫ്റ്റിൻ്റെ മുകളിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഷാഫ്റ്റിൻ്റെ മുകളിൽ ലോഡ് ആക്ട് ചെയ്യണമെങ്കിൽ, ഒന്നിൽ കൂടുതൽ ലോഡുകൾ ഉണ്ടെങ്കിലും അത് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ആ ലോഡുകളൊക്കെ ആക്ട് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സിമ്മട്രിക് ലോഡിങ്. സിമ്മട്രിക് ലോഡിങ് ഉള്ള സമയത്ത് ഇതിലെ റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിലെ റിയാക്ഷൻസ് ഏതൊക്കെയാണ്, RAയും RBയും. സിമ്മട്രിക് ലോഡിങ് ആക്ട് ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻസ് ടോട്ടൽ ഡൗൺലോഡ് ഫോഴ്സിൻ്റെ പകുതിക്ക് ഈക്വൽ ആയിരിക്കും.
സിമ്മട്രിക് ലോഡിങ് ഉണ്ടാവുന്ന കേസിൽ ആ ഷാഫ്റ്റിലെ റിയാക്ഷൻസ് ടോട്ടൽ ഡൗൺലോഡ് ഫോഴ്സിൻ്റെ പകുതിക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? ഡ്യൂ ടു സിമ്മട്രിക് ലോഡിങ് RA is equal to RB is equal to total download force by 2. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡൗൺലോഡ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 kN മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 × 10⁻³ is equal to 500 Newton. സിമ്മട്രി ലോഡിങ് ഇത് ഒരു ലോഡ് മാത്രം ആയതുകൊണ്ട് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കേസാണെങ്കിൽ 2 റിയാക്ഷൻ ഉണ്ട്, RAയും RBയും. ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് 3000 ആണെങ്കിൽ 3000 mm ആണെങ്കിൽ ഓരോ 1000 mm വെച്ചിട്ട് 2 ലോഡ് ആക്ട് ചെയ്യാണ്. ഇവിടെ നിങ്ങളുടെ 1000, ഇവിടെ നിങ്ങളുടെ 1000, ഇവിടെ 1000. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും? സിമ്മട്രിക് ലോഡിങ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? RA is equal to RB is equal to A plus B by 2. അപ്പോൾ നമുക്ക് 2 റിയാക്ഷൻസ് കിട്ടി. RA equal to RB equal to 500 Newton. ഇനി നമുക്ക് എന്ത് കാണണം? നമുക്കിതിൻ്റെ ഡയമീറ്ററാണ് കാണേണ്ടത്. അപ്പോൾ ഡയമീറ്ററാണ് കാണണമെങ്കിൽ നമുക്കിതിന് ബെൻഡിങ് മൊമെൻറ്റും അറിയണം, ട്വിസ്റ്റിംഗ് മൊമെൻറ്റും അറിയണം. അപ്പോൾ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെൻറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റിൽ മാത്രം നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടാൽ മതി. ഈ പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ ഈ പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ സപ്പോർട്ടിൽ എപ്പോഴും ബെൻഡിങ് മൊമെൻറ്റ് എന്താണ്? 0 ആയിരിക്കും. അപ്പോൾ ഈ 2 എൻഡിലും ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എയും ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബിയും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സിയിൽ ഈ പോയിന്റിൽ മാത്രമായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ ഇതിൽ ബെൻഡിങ് മൊമെൻറ്റ് കാണാം. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് M is equal to ഈ ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെ കാണുക? ഇതിൻ്റെ മുന്നേ ആക്ട് ചെയ്യുന്ന ലോഡ് ഇൻറ്റു അവിടേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഈ പോയിൻറ്റിന് മുന്നേ ആക്ട് ചെയ്യുന്ന ലോഡ് RA ഇൻറ്റു ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ പകുതി 1430. അപ്പോൾ RA നമുക്കറിയാം 500 ഇൻറ്റു 1430. അപ്പോൾ RA ഇൻറ്റു 1430. 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 ഇൻറ്റു 1430 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5000 ന്യൂട്ടൺ mm ആണെന്ത്? ബെൻഡിങ് മൊമെൻറ്റ്. ഇനി നമുക്ക് എന്ത് കാണണം? ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് കാണണം. അപ്പോൾ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പവർ ഇക്വേഷനിൽ ഫ്രം പവർ ഇക്വേഷൻ T is equal to ടോർക്ക് അഥവാ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ഈക്വൽ ടു 60p by 2πn. 60 പവർ തന്നിട്ടുണ്ട് 8 kW, അതായത് 8 × 10⁻³ ഡിവൈഡഡ് ബൈ 2π × n തന്നിട്ടുണ്ട് 100 RPM. അപ്പോൾ നമ്മൾ നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P is equal to 2πnt/60 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് T കാണാനുള്ള ഇക്വേഷൻ 60p by 2πn കിട്ടുന്ന വാല്യൂ 763.94 × 10⁻³ ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ mm. അപ്പോൾ നമുക്ക് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ളത് മാക്സിമം അലവബിൾ ഷിയർ സ്ട്രെസ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. മാക്സിമം അലവബിൾ ഷിയർ സ്ട്രെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ഗസ്റ്റ് തിയറി ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഗസ്റ്റ് തിയറിയുടെ മറ്റൊരു പേരാണ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കാണണം? ഇക്വാലൻറ്റ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് കാണണം. എന്നാലേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? ആ ഇക്വാലൻറ്റ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? ഡയമീറ്റർ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അക്കോർഡിംഗ് ടു ഗസ്റ്റ് തിയറി അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി, ഇക്വാലൻറ്റ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ T = √m² + T². M നമ്മൾ കണ്ടുപിടിച്ചു. ഇത് ബെൻഡിങ് മൊമെൻറ്റ് 715,000 സ്ക്വയർ പ്ലസ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് 763.94 × 10⁻³ സ്ക്വയർ. ഇക്വാലൻറ്റ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ √m² + T² അക്കോർഡിംഗ് ടു ഗസ്റ്റ് തിയറി. ഗസ്റ്റ് തിയറി എടുക്കാൻ കാരണം നമുക്കിവിടെ തന്നിട്ടുള്ളത് മാക്സിമം അലവബിൾ ഷിയർ സ്ട്രെസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,46,340.9 Nm. ഇനി നമ്മൾ ഈ ഇക്വാലൻറ്റ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ഉപയോഗിച്ചിട്ട്, ഇക്വാലൻറ്റ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെ മറ്റൊരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കാണും. അതായത് ഇക്വാലൻറ്റ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് T = നമുക്കറിയാം π/16 τ dq. അപ്പോൾ ഇത് നമുക്ക് D കാണാം. D = √16 TE/π τ. √16 T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,46,140.9 / π τ തന്നിട്ടുണ്ട്. മാക്സിമം ഷിയർ സ്ട്രെസ് 45. അപ്പോൾ നമുക്ക് കിട്ടും 49.1 അല്ലെങ്കിൽ റൗണ്ടാക്കിയിട്ട് 50 mm. അപ്പോൾ നമുക്ക് കിട്ടി ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 mm. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് തന്ന ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു സോളിഡ് ഷാഫ്റ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ 2 എൻഡിലും ബോൾ ബിയറിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു 1 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു സിമ്മട്രിക് ലോഡിംഗ് ആണ്, അതായത് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്? സിമ്മട്രിക് ലോഡിംഗ് ആണ്. അപ്പോൾ സിമ്മട്രിക് ലോഡിങ്ങിൻ്റെ റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡൗൺലോഡ് ഫോഴ്സിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ RAയും RBയും എന്താണ്? അവിടുത്തെ ടോട്ടൽ ഡൗൺലോഡ് ഫോഴ്സിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇവിടുത്തെ ഡൗൺലോഡ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 kN. അപ്പോൾ RA = RB = 1 × 10⁻³ അപ്പോൾ 500 N നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ബെൻഡിങ് മൊമെൻറ്റും കാണണം, ട്വിസ്റ്റിംഗ് മൊമെൻറ്റും കാണണം. അപ്പോൾ ആദ്യം നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടു. അപ്പോൾ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സപ്പോർട്ടിൽ എപ്പോഴും ബെൻഡിങ് മൊമെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ 2 സപ്പോർട്ടിലും ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. പിന്നെ ബാക്കി വരുന്നത് ഈ ഒരു പോയിൻ്റാണ്, C എന്ന പോയിൻ്റ്. അപ്പോൾ ഇതിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ ഈ പോയിൻറ്റിലെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടു. അപ്പോൾ ഈ പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റ് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ലോഡ് ഇൻറ്റു അവിടേക്കുള്ള ഡിസ്റ്റൻസ്, അപ്പോൾ RA ഇൻറ്റു ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്. ഇനി ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം RB ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എടുത്താലും എന്താണ്? ബെൻഡിങ് മൊമെൻറ്റ് ഈക്വലാണ്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടു. ഇനി നമ്മൾ എന്ത് കണ്ടു? ഇതിൽ ആക്ട് ചെയ്യുന്ന ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്, ഇൻഡ്യൂസ് ചെയ്യുന്ന ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്. അത് നമുക്കറിയാം പവർ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2πnt/60 ആണ്. അതിൽ നിന്ന് നമ്മൾ T = 60p/2π എന്ന് കണ്ടു. P നമുക്ക് പവർ തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോർക്ക് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ളത് മാക്സിമം അലോവബിൾ ഷിയർ സ്ട്രെസ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് മാക്സിമം അലോവബിൾ ഷിയർ സ്ട്രെസ് തന്നുകൊണ്ട് നമ്മൾ ഷിയർ സ്ട്രെസ് തിയറി, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി അഥവാ ഗസ്റ്റ് തിയറി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടു? ഇക്വാലൻറ്റ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് കണ്ടു. ഇക്വാലൻറ്റ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് പറഞ്ഞാൽ √m² + T² ആണ്. M നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് നേരത്തെ കണ്ടു, ട്വിസ്റ്റിംഗ് മൊമെൻറ്റും കണ്ടു. അത് വെച്ചിട്ട് നമ്മൾ T കണ്ടു. ഇനി Tയുടെ മറ്റൊരു ഇക്വേഷനാണ് അക്കോർഡിംഗ് ടു ഗസ്റ്റ് തിയറി. Tയുടെ മറ്റൊരു ഇക്വേഷനാണ് π/16 τ dq. ഈ τ എന്ന് പറഞ്ഞാൽ മാക്സിമം ഷിയർ സ്ട്രെസ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഡയമീറ്റർ കണ്ടു. ഡയമീറ്റർ നമുക്ക് കിട്ടി 50 mm. ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.